हाय बच्चों। तो आज हम मेरे अधिकार कहाँ हैं इसके भाग की भाग देखेंगे। तो हमने पिछले क्लास में दो पंक्ति देख ली हैं। ये तो किसके द्वारा लिखा गया है? यह हमारे प्रसिद्ध रचनाकार जयप्रकाश करदम जी के द्वारा लिखे हुए एक छोटा सा कविता है। और किस विषय पर लिखा हुआ है तो आपको मालूम है, यह दलित विषय पर लिखा हुआ एक कविता है। दलितों को जो आज के दलितों को जो वेदनाएं संकट सह रहे हैं इसके बारे में लिखा हुआ कविता है। तो हमने ये सब देख लिया था, फिर भी एक बार पढ़ूंगी। तुम कोटी बंगलों में रहते, मैं रहता झोपड़ पट्टी में। तुम एसी कूलर में सोते, मैं तपता श्रम की भट्टी में। तुम दूध मलाई में नहाओ, मैं रोटी को मुहताज रहूं। तुम मालिक मैं नौकर, ठहरा फिर समता का संसार कहाँ है। धन धरती मिल तुम्हारे हैं, पोकर और झील तुम्हारे हैं। शासन सत्ता पर काबिज तुम, ताने तहसील तुम्हारे हैं। तुम जाति दंभ के अभिमानी। तो हमने वो पूछ रहे हैं, कवि पूछ रहे हैं या दलित व्यक्ति पूछ रहे हैं कि आप कह रहे हैं कि भारत एक जनतंत्र राष्ट्र है, समता है, पूरे लोगों में समता है, എല്ലാർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്, എല്ലാവരും ഈക്വൽ റൈറ്റ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യത്യാസം പിന്നെ വരുന്നു എന്നാണ് ചോദിക്കുന്നത് കവി. तुम कोटी बंगला में रहते हो, दो विभाग है, ऊंच और नीच, ऊंच व्यक्ति नीच व्यक्ति। तुम कोटी बंगला में रहते हैं, मैं रहता झोपड़ पट्टी में। कितनी बड़ी अंतर है। एक तो बंगला में रहता है, एक तो झोपड़ पट्टी में। एक तो सोता है कूलर में, एक तो गर्मी, और गर्मी होते समय बहुत गर्मी, अगर वर्षा होते समय उसकी झोपड़ी में भी पानी आ जाते हैं। ठीक है, बहुत सारे कठिनाइयां, दोनों के बीच बहुत अंतर है। तुम दूध मलाई में नहाओ। बहुत सारे भोजन वो एक क्या करते हैं, ऐसे नुकसान कर देते हैं कि गरीबों को अगर ये भोजन दे तो वो अच्छा होता, लेकिन वो नहीं करता ऐसा। वो हमेशा कूड़ेदाने में फेंक देता है। वो इतना अधिक भोजन बनाता है और उसे उसकी बाकी फेंक देता है। तो वह कह रहे हैं कि तुम दूध मलाई में नहाओ, तुझे तो ज्यादा दूध है, तो तुम्हारे घर में दूध है, तो मलाई है। हमारे घर में तो दूध पीने, एक वक्त का दूध हमारे बच्चों को नहीं दे सकते। तो नहाओ, तो उस दूध से नहाओ, കുളിക്കേണ്ടത്ര പാല് അവരുടെ മീൻസ് ഇൻഡയറക്ട്ലി പറയണം, അത്രയും സമ്പത്ത് ഉണ്ട്. ഓക്കെ, ഇത്രയും സമ്പത്ത് ഉണ്ട്. നമ്മളെ വീട്ടില് ഒരു നേരം ഒരു മക്കൾക്ക് കൊടുക്കാൻ പാലില്ല. അങ്ങനെയുള്ള ഒരു വീട്ടില് മറ്റേ വീടെന്ന് വെച്ചാല് ആ കുട്ടിക്ക് എന്താ പാലില് കുളിക്കാനുള്ളത്ര പാല് അവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. मैं रोटी को മുഹതാജ് रहूं, ഞാൻ റോട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. തും മാലിക് മേ നോക്കർ ടെഹറ, നീ മാലിക്കാണ്, നീയാണ് എന്റെ ഓണർ, ഞാനോ വെറും നോക്കർ, സെർവന്റ്. ഫിർ സമതാ കാ സൻസാർ കഹാ, പിന്നെ എങ്ങനെയാണ് നമ്മള് എന്താ സമത, ഇക്വാലിറ്റി, എവിടെയാണ് ഇക്വാലിറ്റി? ചോദ്യചിഹ്നാണ്, ക്വസ്റ്റ്യൻ ആണ്. ധൻ ധർത്തി മീൽ തുമാരെ, ധന്നു നിന്റേതാണ്, ധർത്തി നിങ്ങളുടേതാണ്, മില്ല് വലിയ വലിയ ഫാക്ടറീസ് നിങ്ങളുടേതാണ്. പോക്കർ ഓർ ജീൽ തുമാരെ, നാച്ചുറൽ ആയിട്ടുണ്ടായ എല്ലാ ജീലും അരുവികളും തടാകങ്ങളും അതും നിങ്ങളുടേതാണ്. ശാസൻ സത്താ പർ കാബിജ് തും, അധികാരികളും
അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, എല്ലാ അധികാരങ്ങളും നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. താനെ തഹസിൽ തുമാരെ, പോലീസുകാരും തഹസിൽദാറും എല്ലാം നിങ്ങളുടെ കൂടെയാണ് ഉള്ളത്. തും ജാതി ദംബ് കെ അഭിമാനി, നിങ്ങൾ ജാതി പേര് പറഞ്ഞിട്ട് അഹങ്കരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അടുത്ത് നമുക്ക് നോക്കാം. മുझसे घृणा व्यापार करो, वैषम्य द्वेष के बिहड़ में मैत्री की मीनार कहाँ है. मुझसे घृणा व्यापार करो. यहाँ पर वो कह रहे हैं कि मुझे घृणा हो रही है. എനിക്ക് ചിലപ്പോ വെറുപ്പ്, എന്നോട് തന്നെ ഒരു വെറുപ്പാണ് തോന്നുന്നത്. എല്ലാവരും പറയും നമ്മള് അത്രയും നല്ല റിലേഷൻഷിപ്പാണ്, ഫ്രണ്ട്സ് പോലെയാണ് ഈ ഇന്ത്യയിലുള്ള ആൾക്കാര്. എങ്ങനെ ഉണ്ടാവാനാ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് എല്ലാം ഈക്വൽ ആയിട്ട് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുള്ളൂ. മുझे घृणा व्यापार करो, वैषम्य द्वेष के बिहड़ में मैत्री की मीनार कहाँ है. मैत्री എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മിനാർ എന്ന് വെച്ചാൽ നമ്മൾ വലിയ ഒരു ടവർ പോലത്തെ, അങ്ങനെ മിനാർ പണിയാനാ പറയുന്നത്. പക്ഷെങ്കില് वो संभव नहीं है, क्योंकि इतना अंदर है इन लोगों के बीच में, ऐसा मैत्री कभी भी संभव नहीं है. വെറുതെ ഇങ്ങനെ പറയുന്നതാണ്. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നിങ്ങൾ വലിയൊരു കൂമ്പാരം കെട്ടണം എന്നൊക്കെ പറയൂലേ, പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, വൈഷമ്യ ദ്വേഷ്, ഇത് ചിലപ്പം കേൾക്കുമ്പം തന്നെ നമ്മൾ പറയില്ലേ തമാശയായിട്ട് പറയുന്നതാണോ, ഹാസ്യവ്യംഗ്യമായിട്ട് പറയാണിത്, കളിയാക്കിക്കൊണ്ട് പറയാണ്. ഓക്കെ, അവര് തമ്മിൽ അത്രയും ഡിഫറൻസ് ഉണ്ട്, എന്നിട്ടും പറയാണ് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ജീവിച്ചോളൂ. തും കഹത്തെ ഹമ്മേ ഭേദ് നഹി, നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാന്ന് നിങ്ങൾ ഘോരമായിട്ട് പ്രസംഗിക്കുന്ന കേൾക്കാറുണ്ട്. തും കഹത്തെ ഹം സബ് ഭായി ഹെ, പറയാറുണ്ട് നിങ്ങൾ എല്ലാരും ബ്രദർലിഹുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. ഫിർ ക്യൂ ഊഞ്ചെ തും മേ നീച്ച, എന്നിട്ട് അതെന്തുകൊണ്ട് നീ മേലെക്കിടയിലുള്ള ആൾക്കാരും ഞാൻ താഴേക്കിടയിലുള്ള ആൾക്കാരും. ക്യൂ ജാതി വർണ്ണ കി ഖായി ഹെ, तुम कहते हम सब हिंदू हैं, हिंदू होने पर गर्व करो, हिंदुत्व राज्य की नगरी में, किंतु मेरा घर द्वार कहाँ है. तुम कहते हमें भेद नहीं, നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. തും कहते हम सब भाई हैं, നമ്മളെല്ലാരും ബ്രദർലിഹുഡ് റിലേഷൻഷിപ്പിലാണെന്ന് പറയുന്നുണ്ട്. ഫിർ ക്യോ ഊഞ്ചെ തും നീച്ചെ, എന്നിട്ട് എന്തുകൊണ്ട് ഈ ഡിഫറൻസ് വരുന്നു. ഊഞ്ചെ നീച്ച് കാ ഭാവ്, ക്യോ ജാതി വർണ്ണ കി ഖായി ഹെ, എന്തിനാണ് ഈ ജാതിയുടെ പേര് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ ക്രൂശിക്കുന്നത്. തും കഹത്തെ ഹം സബ് ഹിന്ദു ഹെ, നിങ്ങൾ പറയാറുണ്ട് നമ്മളെല്ലാരും ഹിന്ദു ആണ്, ഹിന്ദു രാഷ്ട്രമാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പറയൂ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഹിന്ദു ഹോനേക്കാ ഗർവ് കറോ, എന്തിനാണ് ഞാൻ ഹിന്ദു ആയിട്ട് ഞാൻ അഹങ്കരിക്കണ്ടേ, എന്തുകൊണ്ട്. ഹിന്ദുത്വ രാജ്യക്ക് നഗരിമേ, ഈ നഗരം തന്നെ ഹിന്ദു രാജ്യമാണെന്ന് പറയും. ഫിർ ഭി കിന്തു മേരാ ഘർ ദ്വാർ കഹാ ഹെ, ഒന്ന് പറഞ്ഞു തരുവോ ഈ ഹിന്ദുത്വ രാജ്യത്തില് എന്റെ വീട് ഏതാണ്, എനിക്ക് അങ്ങനെ ഒരു വീടുണ്ടോ. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് പണ്ട് കാലത്ത് ഫുഡിനും നല്ലൊരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹിന്ദു ധർമ്മം അല്ലെ ഹിന്ദു ജാതി, ഹിന്ദു റിലീജിയൻ തന്നെ മാറിയിട്ട് ഒരു ഇതിനു വേണ്ടിയിട്ട്, ഈ ഒരു ഭേദഭാവം ഉള്ളതുകൊണ്ട് തന്നെ അവര് നല്ലൊരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യനിലോ അല്ലെങ്കിൽ മുസ്ലിമിലോട്ടോ മാറിയിട്ടുണ്ട്. ഓക്കെ, കമ്മ്യൂണിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ചർച്ചിൽ പോയി കഴിഞ്ഞാൽ നല്ല പാലും മുട്ടയും ബ്രെഡും കിട്ടും. പിന്നെ ഈ ജാതിന്റെ പേരിലുള്ള
ആ ഒരു ഡിസ്ക്രിമിനേഷനും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ മാറിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കാലഘട്ടത്തില് ഇത് അപ്പം ഇവിടെ പറയാണ് എന്താ, ഹിന്ദു ഹോനെ പർ ഗർവ് കറോ, അങ്ങനെ കുറെ ആൾക്കാര് മാറി. പിന്നീട് വന്ന ഈ എന്താ രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ എന്താ ഹിന്ദു ധർമ്മത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആൾക്കാരും അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ചില ആൾക്കാർ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ്, കൺവേർട്ടഡ് മുസ്ലിംസ് എന്നെല്ലാം കേട്ടിട്ടില്ലേ, അതേപോലെ അങ്ങനെ ആയിട്ടുണ്ട്. ചില ആൾക്കാര് തിരിച്ച് ഹിന്ദുവിലോട്ടും വന്നിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കാൻ? നമുക്കൊന്നുമില്ല. ഹിന്ദുത്വ രാജ്യം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഒന്ന് പറഞ്ഞു തരൂ, എന്റെ വീട് ഏതാണ് ഇതിൽ നിന്ന്? ഈ വലിയൊരു നാട്ടില് എനിക്കൊരു വീടില്ല, ദളിതര് ഒരു സ്ഥാനവും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, तुम चाहो राम राज्य आए, तुम श्रेष्ठ शूद्र मैं बना रहूं, तुमको सारे अधिकार रहे, मैं वर्जनाओं से लंदा रहूं, सदियों से शंबुकों की गर्दन काटने की परंपरा इस देश धरा से हट जाए, इस आशय का स्वीकार कहाँ है? कानों में पिघला शीशा, मेरी जिह्वा पर ताले हैं, अस्पृश्य पशु से भी बेहतर निज श्वासों तक के लाले हैं, उत्पीड़न की जंजीरें में यूं कसा फसा सदियों से मैं, ना मुर्दा हूँ ना ही जी सकता, मेरे मालिक अधिकार कहाँ है? तुम चाहो राम राज्य आए, यहाँ पर राम राज्य, सभी लोग कहते हैं कि भारत में राम राज्य आना चाहिए. രാമന്റെ കാലഘട്ടത്തില് രാജ്യത്തില് എല്ലാവർക്കും ഒരേപോലെ എന്താ ഐക്യവും സുഖവും ഒക്കെ ഉള്ളൊരു രാജ്യ ആ കാലഘട്ടമായിരുന്നു. ഓക്കെ, ആ ഭരണ കാലഘട്ടമായിരുന്നു. അപ്പം ഇപ്പോഴും നമ്മളെ പൊളിറ്റീഷ്യൻസ് പറയുക രാമരാജ്യം കൊണ്ടുവരണം എന്നാണ്. പണ്ട് ഉള്ള പോലെ തന്നെ ഒരു അയിത്തോ അല്ലെങ്കിൽ ഊഞ്ച് നീച്ച് ഭേദഭാവോ ജാതി പരമായിട്ടുള്ള ഒരു എന്താ വ്യത്യാസമോ ഒന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു രാമരാജ്യം. അത് കൊണ്ടുവരാനാണ് എല്ലാരും പറയാറ്. ഓക്കെ, തും ശ്രേഷ്ഠ ശൂദ്ര മേ ബനാ രഹൂ, നീ എപ്പോഴും ശ്രേഷ്ഠനായിട്ട്, എന്നിട്ടോ രാമരാജ്യത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിലും എന്താ അവര് വ്യത്യസ്തം കാണിക്കുന്നു. എന്താ തും ശ്രേഷ്ഠ ശൂദ്ര മേ ബനാ രഹൂ, ശൂദ്രനായി ഞാൻ എപ്പോഴും നിലനിൽക്കണം. ചോദ്യമാണ് നമ്മളോട്. എപ്പോഴും ഒരാള് രാജാവാണെങ്കിൽ അതിനെ അടിയാനായിട്ട് അല്ലെങ്കിൽ സെർവന്റ് ആയിട്ട് ഒരു വിഭാഗത്തിലെ ആൾക്കാർ തന്നെ വേണോ? തുംകോ സാരാ അധികാർ രഹേ, നിനക്ക് എല്ലാ അധികാരവും നിനക്ക് കിട്ടണം. മേ വർജനാओं से ലദാ रहूं, ഞാൻ എല്ലാം എനിക്ക് കിട്ടേണ്ട എല്ലാ അധികാരങ്ങളിലും നിന്ന് ഞാൻ വഞ്ചിക്കപ്പെടുകയാണ്. मैं वर्जनाओं से लदा रहूं, तुम चाहो राम राज्य आए, तुम श्रेष्ठ शूद्र में बना रहूं, तुमको सारा अधिकार रहे, मैं वर्जनाओं से लंदा रहूं. तो वो पूछ रहे हैं कि നിങ്ങൾക്ക് രാമരാജ്യം ആവണം, അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞാലും എന്നാലും അതിൽ തന്നെ വലിയൊരു എന്താ വ്യത്യാസമാണ് കാണുന്നത്. തും ശ്രേഷ്ഠ ശൂദ്ര മേ ബനാ രഹൂ, ശൂദ്രനായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവണം എന്നാണോ നിങ്ങൾ പറയുന്നത്? തുംകോ സാരാ അധികാർ രഹേ, നിങ്ങൾക്ക് എല്ലാ അധികാരവും നിങ്ങൾക്ക് തന്നെ എപ്പോഴും ഉണ്ടാവണോ? മേ വർജനാओं से ലന്ദാ രഹൂ, എന്നിട്ട് എനിക്ക് കിട്ടേണ്ട എന്താ മൂല്യങ്ങളും അല്ലെങ്കിൽ വാല്യൂസും അല്ലെങ്കിൽ എന്റെ ജീവിതത്തില് എനിക്ക് ഉണ്ടാവേണ്ട
റൈറ്റ്സും എന്താ അതൊന്നും എനിക്ക് കിട്ടാണ്ടാവുകയാണ്, വർജനാവും. അതെല്ലാം എന്നിൽ നിന്ന് നിരസിക്കപ്പെടുകയാണ്. सदियों से शंबूकों की गर्दन काटने की परंपरा इस देश धरा से उठ जाए, इस आशय का स्वीकार कहाँ है। ये भाग हम अगले क्लास में लेंगे, ठीक है।